സൂഷി കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അടിപൊളിയായിട്ടാണ്, നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഇതിന്റെ പേരാണ് ക്രിസ്പി റൈസ് സാമൺ ബൈറ്റ്സ്. ഇത് ഉണ്ടാക്കുന്നത് സൂഷി റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. ഇതിന്റെ ക്രിസ്പിനെസ് ഞാൻ കേൾപ്പിച്ചു തരാം. ക്രിസ്പി റൈസ് സാമൺ ബൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ. ഇന്നലെ ഗ്രോസറി ഷോപ്പിൽ പോയപ്പോൾ ഓരോ അയലിലൂടെ തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഏഷ്യൻ അയലെത്തിയത്. അവിടെ എത്തിയപ്പോൾ നോറി ഷീറ്റ്സും നമ്മുടെ സൂഷി റൈസും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ എന്നാൽ പിന്നെ സൂഷി കഴിക്കാനൊരു പൂതി വന്നു. സൂഷി ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായിട്ടോ. ഞാൻ കാനഡയിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനൊരു സാൻഡ്വിച്ച് ഷോപ്പിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സാൻഡ്വിച്ച് കടയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു സൂഷി കടയായിരുന്നു. കടയൊക്കെ അടച്ചു പോകുന്ന സമയത്ത് എല്ലാ സ്റ്റോഴ്സിലെ പോലെ ഇങ്ങനെ ബാക്കിയൊക്കെ വരുള്ളൂ ഫുഡ്. അതുപോലെ തന്നെ നമ്മുടെ സൂഷി കടയിലും ബാക്കി ട്രേ സൂഷിയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്നേഹത്തിന്റെ പുറത്ത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും കൊടുക്കും, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടും തരും. അപ്പം അങ്ങനെ നമ്മൾ സൂഷി കഴിച്ചു തുടങ്ങിയതാണ്. ആദ്യം കഴിച്ചപ്പോൾ അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ലെങ്കിലും പിന്നെ കഴിച്ച് എന്നോട് എന്തൊരു പ്രത്യേക സ്നേഹം തോന്നി. ആ ജോലി നിർത്തിയപ്പോൾ സൂഷി കഴിക്കലും അങ്ങനെ നിന്നുപോയി. പിന്നെ ഇത് മാത്രം കഴിക്കാനായിട്ട് അങ്ങനെ പോവാറുമില്ല. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ സൂഷി റൈസ് ഒക്കെ മേടിക്കാം. അങ്ങനെ ഇതെല്ലാം മേടിച്ച് വന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കും, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചേർക്കണമെന്ന് തപ്പി വന്നപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം കണ്ടത്, ക്രിസ്പി റൈസ് സാമൺ ബൈറ്റ്സ് എന്ന്. കുക്ക് ചെയ്ത സൂഷി റൈസ് ഇങ്ങനെ ട്രേയിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കണം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ മേലെ വെക്കുന്ന ഫില്ലിങ് നമ്മുടെ സാമൺ ആയാലും ട്യൂൺ ആയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് ആണെങ്കിൽ അത്രയും സൂപ്പർ റോ ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മയോയും പിന്നെ സിറാച്ചും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രീൻ ഓണിയൻസ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയട്ടോ. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഫോളോ ചെയ്ത് നമുക്ക് ഈ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.